എൻ്റെ പൊന്നോ, എങ്ങനെ ഇത്തരത്തിൽ കള്ളത്തരങ്ങൾ പടച്ചുവിടാൻ ഈ കോൺഗ്രസ്സുകാർക്ക് സാധിക്കുന്നുവെന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഇത്തവണ 20-20 സീറ്റും ലഭിക്കുമെന്നാണ് ഒരു സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിപ്പോൾ കോൺഗ്രസ്സുകാർ കാശ് കൊടുത്ത് പറയിപ്പിച്ചതാണോ എന്ന് പോലും തോന്നിപ്പോകും. അത്രയ്ക്ക് ഒറിജിനാലിറ്റിയോടെയാണ് സാധനം പുറത്തുവിട്ടിരിക്കുന്നത്. AVP ന്യൂസ് സീ വോട്ടർ സർവേ ആണ് ഈ ഫലം പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത സർവേകളാണ് മിക്കവരും പടച്ചുവിടാറുള്ളത്. അത്തരമൊരു സർവേയായി മാത്രമേ ഇപ്പോൾ പുറത്തു വന്ന AVP ന്യൂസ് സീ വോട്ടർ സർവേയും വിലയിരുത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും ആ സർവേയിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുഴുവൻ സീറ്റുകളും UDF തൂത്തുവാരുമെന്നാണ് ഈ സർവേ അവകാശപ്പെടുന്നത്. സംസ്ഥാനത്ത് ആകെയുള്ള 20 സീറ്റുകളിൽ ഒന്നുപോലും ഇടതുപക്ഷത്തിനോ NDAക്കോ നേടാനാകില്ല എന്നതിന് അവർ പറയുന്നതിനുള്ള പ്രധാന ന്യായീകരണം വയനാട്ടിൽ ഇത്തവണയും മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം UDFന് അനുകൂല തരംഗം സൃഷ്ടിക്കുമെന്നതാണ്. ഇത് നല്ല തമാശ. രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാട്ടുകാർക്ക് പോലും വേണ്ടാതെ കറിവേപ്പില പോലെ എടുത്ത് കളഞ്ഞിരിക്കുന്ന ഒരുവനാണ്. എന്തിനധികം പറയുന്നു, വടക്കേ ഇന്ത്യയിൽ പോലും ഒരു സീറ്റ് കിട്ടാനില്ലാതെ ഗത്യന്തരമില്ലാതെ കേരളത്തിലേക്ക് ഓടി വന്ന ഒരു മനുഷ്യനാണ് ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി. പിന്നെ എന്ത് എഫക്റ്റാണ് വീശിയടിക്കാൻ പോകുന്നത്? എന്നാൽ അതൊന്ന് കണ്ടു തന്നെ അറിയണം. സംസ്ഥാനത്ത് 44.5% വോട്ട് വിഹിതം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF പിടിച്ചെടുക്കുമെന്നും ഇടതുപക്ഷം 31.4% ഒതുങ്ങുമെന്ന കണക്കുകളും സർവേ ടീം പുറത്തുവിട്ടിട്ടുണ്ട്. NDAക്ക് 19.8%, മറ്റു പാർട്ടികൾക്ക് എല്ലാം കൂടി 4.3% വോട്ട് ഷെയറാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സർവേക്ക് ആധാരമായ മാനദണ്ഡങ്ങൾ എന്താണെന്നതിന് സർവേ നടത്തിയവർ തന്നെയാണ് മറുപടി പറയാനുള്ളത്. എത്ര മണ്ഡലങ്ങളിൽ സർവേ നടത്തി എന്നതിനും ഓരോ മണ്ഡലത്തിലും എത്ര പേർ വീതം സർവേയിൽ പങ്കെടുത്തു എന്നതിനും അവർ എന്തൊക്കെ വിഭാഗത്തിൽപ്പെട്ടവർ എന്നതിനും കൃത്യമായ മറുപടി ഇവർ നൽകേണ്ടതുണ്ട്. ഓരോ ലോക്സഭാ മണ്ഡലത്തിലും ലക്ഷക്കണക്കിന് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന തിരഞ്ഞെടുപ്പിലെ ഭവനത്തിലെ കണക്കുകൾ നിരത്തി ഹൈജാക്ക് ചെയ്യാൻ ഏത് ഏജൻസി ശ്രമിച്ചാലും അത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. എന്തിനാണ് UDFന് കേരളത്തിലെ മുഴുവൻ സീറ്റും ജനങ്ങൾ നൽകേണ്ടത് എന്നതിലെ സർവേ ഫലം പുറത്തുവിട്ടവരും അത് ആഘോഷമാക്കുന്നവരും മറുപടി പറയേണ്ടത് തന്നെയാണ്. 2019 തിരഞ്ഞെടുപ്പിൽ 20-19 സീറ്റുകളിലും UDFും ലഭിക്കാൻ കാരണം രാഹുൽ ഗാന്ധി ഇഫക്റ്റും ശബരിമല വിവാദവുമായിരുന്നുവെന്നുള്ളത് സത്യം. എന്നാൽ നിലവിൽ ഈ രണ്ടു കാര്യങ്ങളും പ്രസക്തവുമല്ല. ശബരിമല വിവാദം കെട്ടടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. രാഹുൽ മന്ത്രിയാകുമെന്ന പ്രതീക്ഷയും ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിനില്ല. ഇന്ത്യ സഖ്യത്തിന് അഥവാ ഭൂരിപക്ഷം ലഭിച്ചാൽ പോലും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുക കോൺഗ്രസിന് പുറത്തുള്ള ഒരു മറ്റു പ്രതിപക്ഷ നേതാക്കളിൽ ആരെങ്കിലും തന്നെയായിരിക്കും. അതാകട്ടെ വ്യക്തവുമാണ്. ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്ന ജനതയാണ് കേരളത്തിലുള്ളത്. 2019 കോൺഗ്രസ് അല്ല 2024 കോൺഗ്രസ് എന്നതും തട്ടിക്കൂട്ട് സർവേയിലൂടെ കോൺഗ്രസിന് ജീവൻ നൽകാൻ ശ്രമിക്കുന്നവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.